ആന എഴുന്നള്ളത്തിലെ ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്കെതിരെ പാലക്കാട് പ്രതിഷേധം. വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഓട്ടോറിക്ഷയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയായിരുന്നു പ്രതിഷേധിച്ചത്. പാലക്കാട്ടെ ഏതെങ്കിലും ഒരു പരിപാടിയുടെ വിളംബര ജാതിയൊന്നുമല്ല, ഇതൊരു പ്രതിഷേധമാണ്. അതായത് വെടിക്കെട്ടിനും അതോടൊപ്പം തന്നെ ഉത്സവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കോടതി വിധി, അത് ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ 3 മീറ്റർ ദൂരപരിധി വേണം, അങ്ങനെയുള്ള നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെ ആനകൾക്ക് പകരം ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധം, സൂചനാ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഹൈക്കോടതി ഇറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ സംരക്ഷിക്കണം. അതേമാതിരി വെടിക്കെട്ടിന് ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് പഴയ മാതിരി നമുക്ക് ലൈസൻസ് ജില്ലാടിസ്ഥാനത്ത് തന്നെ ലൈസൻസ് കിട്ടണം. ഉത്സവപ്പറമ്പില് 3 മീറ്റർ വിട്ട് ആനയിൽ നിന്ന് നടക്കാൻ കഴിയില്ല. ചെറിയ ഉത്സവ പറമ്പുകളാണ്, അവിടെ 3 മീറ്റർ നിൽക്കാൻ കഴിയില്ല. ആചാരപ്രകാരമുള്ള ഉത്സവങ്ങൾ നിങ്ങൾ നടത്തേ കഴിയുള്ളൂ. ഇവിടുത്തെ ജില്ലയിലെ എല്ലാ ക്ഷേത്ര സമിതികളും ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ ഉത്സവ പ്രേമികളും ക്ഷേത്രങ്ങളും പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ ധർണയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നുകൊണ്ടിരുന്ന ആചാരങ്ങൾ അതേപോലെ പാലിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ദേശവാസികളുടെയും പാലക്കാട് ജില്ലാ സംരക്ഷണ സമിതിയുടെയും ആവശ്യം. ഹൈക്കോടതി വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം എന്നുള്ളൊരു ഡിമാൻഡ് ഞങ്ങൾക്ക് നിയമ ഭേദഗതി വേണം. പാലക്കാട് ജില്ലയിലുള്ള കേരളത്തിൽ മൊത്തം ക്ഷേത്ര സംരക്ഷണങ്ങളും നിലനിർത്താൻ വേണ്ടി കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമ ഭേദഗതി ചെയ്യാനുള്ളൊരു സംവിധാനത്തേക്ക് നേതൃത്വമെടുക്കണമെന്നാണ് ഈ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പാലക്കാട്ടെ എല്ലാ ക്ഷേത്ര ഭാരവാഹികളും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.